നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ്. സോഷ്യലിസ്റ്റ് വിമർശകരും കാൾ മാർക്സും. ഒന്നോർക്കണം, പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണിത്. അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടെ ഇത് പഠിച്ചു തുടങ്ങാം. ഹലോ വിദ്യാർത്ഥികളെ, നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഈ യൂണിറ്റിന്റെ വിശദമായ നോട്ടുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടി പോയിന്റുകൾ കൃത്യമായി ഓർത്തെടുക്കാൻ അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് അതൊന്ന് കയ്യിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ഈ എല്ലാ ചിന്തകളുടെയും തുടക്കം ഒരൊറ്റ അടിസ്ഥാനപരമായ ചോദ്യത്തിൽ നിന്നാണ്. എന്താണ് സോഷ്യലിസം? ഈ ആശയം വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ പിന്നീട് വന്ന വിമർശകരെയും, എന്തിനേറെ കാൾ മാർക്സിനെ തന്നെയും നമുക്ക് ശരിയായിട്ട് വിലയിരുത്താൻ കഴിയൂ. വളരെ ലളിതമായി പറഞ്ഞാൽ സോഷ്യലിസം എന്ന് പറയുന്നത് വിഭവങ്ങളുടെ പൊതുവായ ഉടമസ്ഥതയാണ്. ഒരു പബ്ലിക് പാർക്കൊന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കൂ. അത് ഏതെങ്കിലും ഒരാളുടെ സ്വകാര്യ സ്വത്താണോ? അല്ല. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ നമുക്കെല്ലാവർക്കും അത് ഒരുപോലെ ഉപയോഗിക്കാം. ഇതാണ് സോഷ്യലിസത്തിന്റെ അടിസ്ഥാന തത്വം. സമൂഹത്തിലെ എല്ലാവർക്കും തുല്യമായ സാമ്പത്തിക നീതി ഉറപ്പാക്കുക. യൂറോപ്പിൽ വ്യാവസായിക വിപ്ലവം വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ അതോടൊപ്പം തന്നെ കടുത്ത ചൂഷണത്തിനും അത് വഴിവെച്ചു. ഫാക്ടറികളിലെ ഈ ദുരിതങ്ങൾക്കെതിരെ ആദ്യമായിട്ട് ശബ്ദമുയർത്തിയ ചില ചിന്തകരുണ്ടായിരുന്നു. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ആദ്യകാല ചിന്തകരിൽ പ്രധാനികളാണ് സെന്റ് സൈമണും സിസ്മോണ്ടിയും. സെന്റ് സൈമൺ സമൂഹത്തെ രണ്ടായിട്ടാണ് കണ്ടത്. ഒന്ന്, ജോലി ചെയ്യുന്നവർ അഥവാ ഉൽപ്പാദകർ. രണ്ട്, ഒരു ജോലിയും ചെയ്യാതെ ജീവിക്കുന്ന അലസന്മാർ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ സമൂഹത്തെ നയിക്കേണ്ടത് ഈ ഉൽപ്പാദകരാണ്, അല്ലാതെ രാഷ്ട്രീയക്കാരല്ല. എന്നാൽ സിസ്മോണ്ടിയുടെ ശ്രദ്ധ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ലക്ഷ്യത്തിലായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വെറും പണമോ സമ്പത്തോ ഉണ്ടാക്കലല്ല, മറിച്ച് മനുഷ്യന്റെ ക്ഷേമമായിരുന്നു. യന്ത്രങ്ങൾ വരുമ്പോൾ തൊഴിലാളികളുടെ ജീവിതം തകർന്നു പോകുമോ എന്നദ്ദേഹം ഭയപ്പെട്ടു. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് യൂട്ടോപ്പിയൻ സോഷ്യലിസമാണ്. ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണിത്. യൂട്ടോപ്പിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു സങ്കല്പത്തിലുള്ള എല്ലാ അർത്ഥത്തിലും തികഞ്ഞൊരു ലോകം, അല്ലേ? അവിടെ നിന്നാണ് ഈ ആശയം രൂപം കൊള്ളുന്നത്. യൂട്ടോപ്യൻ ചിന്തകർ വെറുതെ സ്വപ്നം കാണുകയായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചവരായിരുന്നു. ഉദാഹരണത്തിന് റോബർട്ട് ഓവനെ നോക്കൂ. അദ്ദേഹം ഒരു വ്യവസായി ആയിരുന്നിട്ട് പോലും സ്വന്തം ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് മികച്ച ജീവിത സാഹചര്യമൊരുക്കി, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, നല്ല വീടുകൾ നൽകി. ലനാർക്കയിലെ അദ്ദേഹത്തിന്റെ ഫാക്ടറി ഒരു മാതൃകാപരമായ പരീക്ഷണമായിരുന്നു. ഇനി ചാൾസ് ഫോറിയർ മുന്നോട്ടുവെച്ചത് മറ്റൊരാശയമാണ്. ദിവസവും ഒരേ ജോലി ചെയ്ത് മടുക്കുന്നതിനു പകരം ആളുകൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജോലികൾ മാറി മാറി ചെയ്യാൻ കഴിയുന്ന ഫാലങ്സുകൾ എന്ന സ്വയം പര്യാപ്ത സമൂഹങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അവിടെ കൂലിയെന്നൊരു സമ്പ്രദായമില്ല, പകരം കിട്ടുന്ന ലാഭം എല്ലാവരും ഒരുമിച്ച് പങ്കിട്ടെടുക്കുന്നു. ഇതുവരെ നമ്മൾ കണ്ടത് സോഷ്യലിസത്തിന്റെ ആദ്യകാല രൂപങ്ങളാണ്. എന്നാൽ സോഷ്യലിസത്തെ ഒരു മനോഹരമായ സ്വപ്നത്തിൽ നിന്ന് ഒരു ശാസ്ത്രീയ സിദ്ധാന്തമാക്കി മാറ്റിയ ഒരാളുണ്ട്. അതാണ് കാൾ മാർക്സ്. ഈ യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. മാർക്സിന്റെ ചിന്തകളുടെ എല്ലാം അടിത്തറയാണ് ചരിത്രപരമായ ഭൗതികവാദം. ഇതനുസരിച്ച് ഒരു സമൂഹത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയാണ് അതിന്റെ അടിസ്ഥാനം അഥവാ ബേസ്. നിയമം, രാഷ്ട്രീയം, സംസ്കാരം, മതം ഇങ്ങനെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഈ അടിസ്ഥാനത്തിൽ മുകളിൽ പണിതുയർത്തിയ ഒരു മേൽപ്പുര അഥവാ സൂപ്പർ സ്ട്രക്ചർ മാത്രമാണ്. ചുരുക്കിപ്പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ചുറ്റുപാടുകളാണ് നമ്മുടെ ചിന്തകളെപ്പോലും രൂപപ്പെടുത്തുന്നത് എന്നാണ് മാർക്സ് വാദിച്ചത്. മാർക്സിന്റെ അഭിപ്രായത്തിൽ മനുഷ്യചരിത്രം എന്നു പറയുന്നത് വർഗസമരത്തിന്റെ ചരിത്രമാണ്. ഈ ടൈം ലൈൻ ഒന്ന് നോക്കൂ. പുരാതന കാലത്ത് അത് അടിമകളും ഉടമകളും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ഫ്യൂഡൽ കാലഘട്ടമായപ്പോൾ അത് അടിയാളന്മാരും പ്രഭുക്കന്മാരും തമ്മിലായി. ആധുനിക മുതലാളിത്വ വ്യവസ്ഥയിലോ ഈ പോരാട്ടം തൊഴിലാളികളും മുതലാളിമാരും തമ്മിലാണ്. മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസാനമില്ലാത്ത തുടർക്കഥ പോലെയാണ്. അപ്പോൾ ഒരു വസ്തുവിന്റെ വില എങ്ങനെയാണ് ശരിക്കും നിശ്ചയിക്കുന്നത്? ഇവിടെയാണ് മാർക്സിന്റെ അധ്വാനമൂല്യ സിദ്ധാന്തം വരുന്നത്. ഒരു ഉൽപ്പന്നത്തിന് രണ്ടു തരം മൂല്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ ഒരു പേന. ഇതുകൊണ്ട് എഴുതാൻ സാധിക്കും എന്നതാണിതിന്റെ യൂസ് വാല്യൂ അഥവാ ഉപയോഗമൂല്യം. എന്നാൽ കടയിൽ ഇതിനൊരു വിലയുണ്ടല്ലോ, അതാണിതിന്റെ എക്സ്ചേഞ്ച് വാല്യൂ അഥവാ വിനിമയമൂല്യം. മാർക്സിന്റെ നിർണായകമായ കണ്ടെത്തൽ ഇതായിരുന്നു. ഒരു വസ്തുവിന്റെ വിനിമയമൂല്യം അല്ലെങ്കിൽ വില തീരുമാനിക്കുന്നത് അത് നിർമ്മിക്കാൻ ആവശ്യമായി വന്ന അധ്വാനത്തിന്റെ അളവാണ്. ഇപ്പോൾ നമ്മൾ മാർക്സിയൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഹൃദയഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. മിച്ചമൂല്യ സിദ്ധാന്തം. പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്കിന് ഒരുപക്ഷെ എസ്സേ ചോദ്യം വരെ വരാൻ ഏറ്റവും സാധ്യതയുള്ള ഭാഗമാണിത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇത് മനസ്സിലാക്കുക. മാർക്സ് എപ്പോഴും സംസാരിച്ചത് ചൂഷണത്തെക്കുറിച്ചാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: മുതലാളിത്തത്തിൽ ഈ ചൂഷണം എങ്ങനെയാണ് കൃത്യമായി നടക്കുന്നത്? ഇതിനുള്ള ഉത്തരമാണ് മിച്ചമൂല്യ സിദ്ധാന്തം. ഈ ഉദാഹരണം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം.
ഒരു തൊഴിലാളി ഒരു ദിവസം 10 മണിക്കൂർ ജോലി ചെയ്യാൻ കരാറെടുക്കുന്നു എന്ന് വിചാരിക്കുക. മാർക്സിന്റെ സിദ്ധാന്തമനുസരിച്ച് ആ തൊഴിലാളിക്ക് ഒരു ദിവസത്തെ കൂലിക്ക് തുല്യമായ മൂല്യം ഉൽപ്പാദിപ്പിക്കാൻ ചിലപ്പോൾ വെറും 5 മണിക്കൂർ മതിയാകും. അപ്പോൾ നിർണായകമായ ചോദ്യം ഇതാണ്: ബാക്കിയുള്ള 5 മണിക്കൂർ അയാൾ ആർക്കു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്? ആ അധിക 5 മണിക്കൂറിൽ അയാൾ സൃഷ്ടിക്കുന്ന മൂല്യത്തെയാണ് മാർക്സ് മിച്ചമൂല്യം അഥവാ സർപ്ലസ് വാല്യൂ എന്ന് വിളിച്ചത്. ഈ മിച്ചമൂല്യമാണ് ഒരു പ്രതിഫലവും നൽകാതെ മുതലാളി ലാഭമായിട്ട് നേരെ കീശയിലാക്കുന്നത്. ഈ സംഖ്യ നിങ്ങളുടെ മനസ്സിലങ്ങ് ഉറപ്പിക്കുക. 5 മണിക്കൂർ. ഇത് വെറുമൊരു ഉദാഹരണത്തിലക്കമല്ല. ഇത് തൊഴിലാളിക്ക് കൂലി കിട്ടാതെ മുതലാളി കവർന്നെടുക്കുന്ന അധ്വാനത്തിന്റെ സമയമാണ്. മാർക്സിന്റെ അഭിപ്രായത്തിൽ ഇതാണ് മുതലാളിത്ത ചൂഷണത്തിന്റെ കാതൽ. അപ്പോൾ ഏറ്റവും നിർണായകമായ പോയിന്റ് ഇതാണ്: തൊഴിലാളിയുടെ കൂലി കൊടുക്കാത്ത അധ്വാനത്തിൽ നിന്നാണ് മുതലാളിയുടെ ലാഭം മുഴുവൻ ഉണ്ടാകുന്നത്. മാർക്സിന്റെ കാഴ്ചപ്പാടിൽ ഇത് വെറുമൊരു സാമ്പത്തിക ഇടപാടല്ല, മറിച്ച് പകൽ വെളിച്ചത്തിലുള്ള ചൂഷണമാണ്. ശരി, നമ്മൾ ഈ യൂണിറ്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട പ്രധാന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാം. ഈ 4 കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. 1. സോഷ്യലിസം എന്നാൽ പൊതു ഉടമസ്ഥത. 2. യൂട്ടോപ്യൻ സോഷ്യലിസ്റ്റുകൾ തികച്ചും അനുയോജ്യമായ മാതൃകാ സമൂഹങ്ങളെ സ്വപ്നം കണ്ടു. 3. മാർക്സിന്റെ വർഗസമര സിദ്ധാന്തം, അതായത് ചരിത്രം എന്നത് ഒരു നിരന്തര പോരാട്ടമാണ്. എന്നാൽ ഏറ്റവും പ്രധാനം, ഈ സ്റ്റാറിട്ട് കാണിച്ചിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, മിച്ചമൂല്യ സിദ്ധാന്തമാണ്. മുതലാളിത്ത ചൂഷണത്തിന്റെ ശാസ്ത്രീയമായ അടിസ്ഥാനം അതാണെന്ന് നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കണം. നമ്മൾ ഈ വിശകലനം അവസാനിപ്പിക്കുന്നത് ഒരു ചോദ്യത്തോടെയാണ്. മുതലാളിത്തം സ്വയം തകരുമെന്നും അതിനുശേഷം സോഷ്യലിസം വരുമെന്നും മാർക്സ് പ്രവചിച്ചിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആ പ്രവചനങ്ങൾ ശരിയായിരുന്നോ? ഇതിനെക്കുറിച്ച് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. അടുത്ത യൂണിറ്റിൽ നമുക്ക് വീണ്ടും കാണാം. നന്നായി പഠിക്കുക.